കേരളത്തിൽ നിന്നുള്ള കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ അടക്കമുള്ള ആളുകളെ നമുക്ക് മട്ടുപ്പാവിൽ നിന്ന് കാണാം. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ ലാറ്റിൻ അമേരിക്കയിൽ നിന്നായിരുന്നു പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, അത് ചരിത്രത്തിൽ ഇടം പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 14 കർദിനാൾമാരായിരുന്നു അമേരിക്കയും കാനഡയുമായി ബന്ധപ്പെട്ടുള്ള ഈ രണ്ട് സ്ഥലത്തു നിന്നും ഉണ്ടായിരുന്നത്. 14 കർദിനാൾമാരാണ്. അവിടെ നിന്നാണ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് 267ാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു നിൽക്കുന്നത്. പത്രോസിൻ്റെ പിൻഗാമിയായി ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ള നിരവധി വെല്ലുവിളികളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച നിലപാടുകളിൽ അധിഷ്ഠിതമായി എന്ത് നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വരും. ലൂയി 14 എന്നുള്ള പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലൂയി 14 എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെയും നവരവയുടെയും ഒരു രാജാവായിരുന്നു. ആ രാജാവിൻ്റെ ലൂയി 14 എന്നുള്ള രാജാവ്, ആ പേര് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്നും വ്യത്യസ്തമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നത് വിശുദ്ധരുടെ ഗണത്തിൽ നിന്നുള്ള സെൻറ്റ് ഫ്രാൻസിസിൻ്റെ പേര് നാമധേയത്വമാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ ഈ പാപ്പ അങ്ങനെയല്ല. പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് ലൂയിസ് 14 എന്നുള്ള പേരാണ് തിരഞ്ഞെടുത്തത്. റോബർട്ട് പെറോവസ്റ്റ് ആണ് പുതിയ കത്തോലിക്ക സഭയുടെ ഇടിയൻ. 267ാമത്തെ മാർപ്പാപ്പയായി അദ്ദേഹം കത്തോലിക്ക സഭയുടെ അമരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അല്പസമയത്തിനകം തന്നെ പുതിയ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും. നമുക്കറിയാം, ഇന്നലെയാണ് കോൺക്ലേവ് ആരംഭിച്ചത്. ഇന്നലെ കോൺക്ലേവ് ആരംഭിച്ചപ്പോൾ ഇന്ന് ആകെ 3 തവണയാണ് വോട്ടെടുപ്പ് നടന്നത്. അന്നത്തെ 3ാമത്തെ തവണയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്യും അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അമൃത, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഉറ്റുനോക്കുകയായിരുന്നു ആരായിരിക്കും അടുത്ത പാപ്പ, അടുത്ത ഇടയൻ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഉറ്റുനോക്കലായിരുന്നു ലോകം ഉടനീളമുള്ള ആളുകളൊക്കെ. ഇത് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് അജി? നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ കോൺക്ലേവിൽ പങ്കെടുത്ത കർദിനാൾമാരെയാണോ? നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് കോൺക്ലേവിൽ പങ്കെടുത്ത കർദിനാൾമാരാണ്. ഒപ്പം തന്നെ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ പ്രവചിക്കുന്ന ആളുകൾ ഒന്നും തന്നെ ആയില്ല പുതിയ പാപ്പ എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ ഫിലിപ്പീൻസിൽ നിന്നുള്ള പാപ്പയുടെ കർദിനാളിൻ്റെ പേര് നവമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ 9 പേരുടെ സാധ്യതാ പട്ടികയൊക്കെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ആ പട്ടികയിൽ ഒന്നും തന്നെയും ഈ ഒരു കർദിനാളിൻ്റെ പേര് ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ 12 വർഷക്കാലം കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നിരിക്കുന്നത് 133 കർദിനാൾമാരുടെ പിന്തുണയോടുകൂടെ പിൻഗാമിയായി വന്നിരിക്കുന്നത് ലിയോ 14 മാർപ്പാപ്പയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളടക്കം നമ്മൾ കാണേണ്ടതിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹം കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്? മാർപ്പാപ്പമാരുടെ വേഷവിധാനം പലപ്പോഴും ശ്രദ്ധ നേടുന്ന ഒന്ന് തന്നെയാണ്. വളരെ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും രീതിയിലായിരുന്നു പോപ്പ് ഫ്രാൻസിസിൻ്റെ മാർപ്പാപ്പയിൽ നിന്നുള്ള പരിവേഷം. അതേപോലെ തന്നെയാണോ ലിയോ 14 എന്നുള്ളതാണ് നമുക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത്രയും ആളുകൾ ഈ കോൺക്ലേവ് നടക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് സമീപമുള്ള സിസ്റ്റൈൻ ചാപ്പലിൻ്റെ സമീപത്ത് നിന്നും ഈ വെളുത്ത പുക ഉയരുന്നതും അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അവരെല്ലാം തന്നെയും അല്പസമയത്തിനകം തന്നെ തങ്ങളുടെ പുതിയ പോപ്പിനെ കാണുവാൻ വേണ്ടി എത്തുമെന്നുള്ളതാണ്. പുതിയ പോപ്പ് ആശീർവദിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് അവർ നിൽക്കുന്നത്.